ഗായ്സ്, അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമ്മൾ ഗീവ് അവേ വിന്നേഴ്സിൻ്റെ അനൗൺസ്മെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നാലാമത്തെ ഒരാൾക്ക് ഞാൻ ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് പ്രൈസിനുള്ളതാണ് ഇപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു പാക്കറ്റ് പൗച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പൗച്ച് അതെൻ്റെ ഹാൻഡ് മെയ്ഡ് പൗച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇതേപോലത്തെ ഈ ക്രിസ്മസ് കാർഡാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. റെയിൻഡിയറിൻ്റെ ആണ് ഫസ്റ്റിന്. അപ്പോൾ ടു സാബിത്ത് KBM. ഓക്കെ, അപ്പം അതാണ് ഞാനിവിടെ ഇങ്ങനെ പേര് മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ. അപ്പം അത് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതൊക്കെ ഇട്ടപ്പം ഒരു ഏകദേശം മിക്കവർക്കും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഈ ഗിഫ്റ്റ്സ്. അപ്പം എന്തായാലും ഒരാൾക്ക് മാത്രം കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാവർക്കും കൊടുത്തു. അപ്പം എന്തായാലും ബാക്കി കിട്ടാത്തവർ വിഷമിക്കണ്ട കേട്ടോ ഗൈസ്. അപ്പം ഇനിയും ഇതൊക്കെ വരുമല്ലോ. അപ്പം എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട. എന്തായാലും ഒരു വലിയ ഗീവ് അവേ വരുന്നുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും വരാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു സംഭവം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. നേരത്തെ മേരി ക്രിസ്മസിൻ്റെ അതും ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലത്തെ ഒരു താങ്ക് യു കാർഡും കൊണ്ട് വെച്ചെടുക്കുന്നുണ്ട്. വേറെ എന്തോ വെച്ചു, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്ക് യു കാർഡൊക്കെ വെച്ചു കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മറ്റേ റിബൺ ഉണ്ടല്ലോ, അവിടെ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കടൽ ക്ലൗഡിൽ കണ്ടേ ചെയ്തുണ്ടാക്കിയ പൗച്ചാണ് കേട്ടോ ഗൈസ്. അപ്പം അത് ഞാനാണെങ്കിൽ ഇങ്ങനെ റിബൺ, സാറ്റൻ റിബണോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട്, ഈസ്തറ്റിക്കായിട്ടുണ്ട് പൗച്ച്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നെയിമും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. പേരും സാബിത്ത് എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബൈ സിയാഷ ബ്ലോസം ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ട് സൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ആളുടെ പാക്കിംഗ് ആണ് കാണുന്നത്. അപ്പം അവിടെ ഒന്ന് ഇതായതുകൊണ്ട് നമുക്കൊരു സ്റ്റിക്കറും കൂടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തു. പിന്നെ ടു ഷിബിന എന്നായിരുന്നു. അപ്പം അത് എഴുതി കൊടുത്തു. അപ്പം അക്കൗണ്ട് നമ്പർ ഷിബിന എന്നായിരുന്നു. അപ്പം എന്തായത് അപ്പം അവർക്ക് വേണ്ടിയാണ് നമുക്ക് അടുത്ത സെക്കൻഡ് ഗിഫ്റ്റ്. അപ്പം നമ്മൾ കാർഡ് ആദ്യം ആ പൗച്ചിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതേപോലത്തെ ഒരു മുക്ക് മാർക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റ്. ഇതില്ല, ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് എല്ലാത്തിലും ഞാനൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, മഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ കാണിച്ചില്ല. 5-ൻ്റെ മഞ്ചാണ് കേട്ടോ ഗിഫ്റ്റ്, 5-ൻ്റെ മഞ്ച്. അത് കഴിഞ്ഞ് ഇതേപോലത്തെ ഒരു ഡെസ്ക് ഡെക്കോർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്റ്റിക്കർ ഇതേപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഗിഫ്റ്റിൽ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ റിബണൊക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റിബൺ എനിക്ക് ബലൂൺ, മറ്റേ ഹൈഡ്രജൻ ബലൂണൊക്കെ വാങ്ങുമല്ലോ, അപ്പം അതൊന്ന് കിട്ടിയ ഇതാണ്. 2-3 വർഷമായി, എന്നിട്ടും ഇതുവരെയായിട്ടും തീർന്നില്ല. യൂസ്ഫുൾ ഇപ്പോഴാണ് ആയത്. അപ്പം അത് കഴിഞ്ഞ് തേർഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സുൽഫിക്കറാണ്. അപ്പം മറ്റേൽ എനിക്ക് താങ്ക് യു കാർഡ് വെക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് വെച്ച് ചെറുതായിട്ട് ഇതൊക്കെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഗേസ്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ഇതാക്കാൻ നോട്ടിഫിക്കേഷൻ വന്നതാണ് കേട്ടോ ഗേസ്. അപ്പം അതൊക്കെ കഴിഞ്ഞു. തേർഡ് ഗിഫ്റ്റ് നമ്മൾ ഈ ഒരു കാർഡാണ് കൊടുക്കുന്നത്. ടു സുൽഫിക്കർ എന്നൊക്കെ എഴുതി കൊടുത്തു. പിന്നെ നമ്മൾ ഇതൊന്ന് സേഫായിട്ട് ആ പൗച്ചിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതേപോലത്തെ ഒരു ബുക്ക് മാർക്കാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഫസ്റ്റിന് കുറച്ച് കൂടുതൽ ഐറ്റം, സെക്കൻഡിന് കുറച്ച് ഐറ്റം കുറവ്. അത് കഴിഞ്ഞ് തേർഡിന് ഓട്ടോ ഐറ്റം ഇല്ലേ, 2 ഐറ്റംസ് എന്തോ ഉള്ളൂ. പിന്നെ താങ്ക് യു കാർഡും കൂടെ വെച്ചു. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ റിബണൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ പേരൊക്കെ എഴുതി കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 3 നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം ഇതുപോലത്തെ ഗീവ് അവേ ഒക്കെ വരുന്നതായിരിക്കും, മറ്റൊരു വിഷമിക്കേണ്ട കേട്ടോ കിട്ടാത്തവർ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തിരിക്കുന്ന ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിച്ചോ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ദിസ് ഈസ് സിയാഷ സൈനിങ്.